പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക്ബി. വാഴ്ത്തപ്പെട്ട ആൻ കാതറിന് ലഭിച്ച ദർശനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വിശുദ്ധ ഗബ്രിയേൽ മാലാഖ വന്നതിന് ശേഷം പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനം സന്ദർശിക്കാൻ പോകുന്ന ഭാഗമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. അതിനു മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sic in cielo et in terra, panem nostrum quotidianum te nobis hodie, et dimitte nobis debita nostra, sic et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ ആൻ കാതറിൻ ഇപ്രകാരം തുടരുകയാണ്. മറിയത്തിൻ്റെ മംഗളവാർത്ത നടന്നത് ജോസഫ് മടങ്ങി വരുന്നതിന് മുൻപായിരുന്നു. അതായത് ഇതിൻ്റെ അവസാന ഭാഗത്താണ് ഔസേപ്പിതാവിന് മനസ്സിലാവുന്നത് മാതാവ് ഗർഭിണിയാണ് എന്നുള്ളത്. എലിസബത്തിൻ്റെ വീട്ടിൽ പോകുമ്പോഴൊന്നും ഇത് അറിയുന്നില്ല. പക്ഷേ എലിസബത്തിന് ഇതൊക്കെ നേരത്തെ ദർശനത്തിൽ അറിയിപ്പ് ലഭിച്ചിരുന്നു. ഇവൻ മാതാവും ഔസേപ്പിതാവും എലിസബത്തിനെ സന്ദർശിക്കുമെന്ന് പോലും ശക്തമായ പ്രേരണ എലിസബത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ഔസേപ്പിതാവ് ഇതറിഞ്ഞിരുന്നില്ല. ഈ സംഭവത്തിൻ്റെ അവസാനം എലിസബത്തിൻ്റെ വീട്ടിൽ നിന്നും തിരിച്ചു മാതാവ് വരുന്ന സമയത്താണ് ഔസേപ്പിതാവ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. മറിയത്തിൻ്റെ മംഗളവാർത്ത നടന്നത് ജോസഫ് മടങ്ങി വരുന്നതിന് മുൻപായിരുന്നു. ജോസഫ് നസ്രത്തിൽ സ്ഥിരതാമസമാക്കുന്നതിന് മുൻപ് മറിയത്തോടൊപ്പം ഹെബ്രോണിലേക്കുള്ള യാത്ര ആരംഭിച്ചിരുന്നു. മംഗളവാർത്തയ്ക്ക് ശേഷം തൻ്റെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കാൻ പരിശുദ്ധ കന്യകയ്ക്ക് വലിയ ആഗ്രഹം തോന്നി. ജോസഫിനോടൊപ്പം അവൾ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരിക്കൽ വള്ളിച്ചെടികളും മനോഹരമായ വെളുത്ത പൂക്കളും നിറഞ്ഞ ചൂരൽ കൊണ്ട് നിർമ്മിച്ച ഒരു കുടിലിൽ അവൾ രാത്രി കഴിച്ചു കൂട്ടുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് സക്രിയായുടെ വീട്ടിലേക്ക് ഏകദേശം 12 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ജെറുസലേമിനടുത്തെത്തിയപ്പോൾ കൂടുതൽ ഏകാന്തമായ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതിനായി അവർ വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു. എമ്മാവൂസിൽ നിന്ന് 6 മുതൽ 9 കിലോമീറ്റർ ഏകദേശം അകലെയുള്ള ഒരു ചെറിയ നഗരത്തെ അവർ ചുറ്റിപ്പോയി. പിൽക്കാലത്ത് യേശു സഞ്ചരിച്ച അതേ വഴിയായിരുന്നു അത്. ദൂരമേറിയ യാത്രയായിരുന്നിട്ടും അവർ അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. അവർക്ക് 2 കുന്നുകൾ കടക്കാനുണ്ടായിരുന്നു. ആ കുന്നുകൾക്കിടയിൽ അവർ വിശ്രമിക്കുന്നതും കുറച്ച് അപ്പവും യാത്രക്കിടയിൽ ശേഖരിച്ച ബാൾസം തുള്ളികൾ കലർത്തിയ വെള്ളവും കുടിച്ച് ക്ഷീണം അകറ്റുന്നതും ഞാൻ കണ്ടു. ആ കുന്നുകൾ ഗുഹകളും തൂങ്ങിക്കിടക്കുന്ന പാറകളും നിറഞ്ഞതായിരുന്നു. താഴ്വരകൾ വളരെ ഫലപുഷ്ടിയുള്ളതായിരുന്നു. വഴിയിൽ ഒരു പ്രത്യേക പൂവ് ഞാൻ ശ്രദ്ധിച്ചു. അതിന് നല്ല പച്ചിലകളും 9 ചെറിയ മണിയാകൃതിയിലുള്ള പൂക്കളുടെ ഒരു കൂട്ടവും ഉണ്ടായിരുന്നു. അവ വെളുത്ത നിറമുള്ളതും നേരിയ ചുവപ്പ് കലർന്നതുമായിരുന്നു. സക്രിയയുടെ വീട് ഒരു ഒറ്റപ്പെട്ട കുന്നിൻ മുകളിലായിരുന്നു. ചുറ്റും മറ്റ് വീടുകൾ ചിതറിക്കിടന്നിരുന്നു. അതിനടുത്ത് തന്നെ മലകളിൽ നിന്ന് ഒരു വലിയ അരുവി ഒഴുകി വരുന്നുണ്ടായിരുന്നു. തൻ്റെ വംശത്തിൽപ്പെട്ട ഒരാൾ മിശിഹായ്ക്ക് ജന്മം നൽകുമെന്ന് എലിസബത്ത് ഒരു ദർശനത്തിലൂടെ അറിഞ്ഞിരുന്നു. എലിസബത്തിന് നേരത്തെ ഈ ഒരു വിഷൻ ഉണ്ടായിരുന്നു. തൻ്റെ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും മിശിഹായ്ക്ക് ജന്മം നൽകാൻ പോകുന്നത് എന്ന്. അവൾ മറിയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അവളെ കാണാൻ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്തു. മറിയം ഹെബ്രോണിലേക്ക് വരുന്നത് അവൾ ദർശനത്തിൽ കണ്ടിരുന്നു. വീടിൻ്റെ പ്രവേശന കവാടത്തിന് വലതുവശത്തുള്ള ഒരു ചെറിയ മുറിയിൽ അവൾ ഇരിപ്പിടങ്ങൾ ഒരുക്കി. മറിയത്തെ ആദ്യം ഒന്ന് കാണാനായി കൊതിയോടെ റോഡിലേക്ക് നോക്കി അവിടെ കാത്തിരുന്നു. സക്രിയ പെസഹ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അമിതമായ ആഗ്രഹത്താൽ പ്രേരിതയായി എലിസബത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് ദൂരം ജെറുസലേം റോഡിലൂടെ നടന്നു പോകുന്നത് ആൻ കാതറിൻ കണ്ടു. സക്രിയ അവളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവളുടെ അന്നത്തെ അവസ്ഥയിൽ, അതായത് ഗർഭിണിയാണല്ലോ, വീടിന് ഇത്ര ദൂരെ അവളെ കണ്ടതിൽ അദ്ദേഹം പരിഭ്രമിച്ചു. അതായത് മാതാവിനെ കാണാനുള്ള കൊതി കൊണ്ട് മാതാവ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് എലിസബത്തിന് മനസ്സിലായി. അപ്പോൾ ആ കൊതി കൊണ്ട്, ആഗ്രഹം കൊണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം എലിസബത്ത് ഇറങ്ങി നടന്നു എന്നാണ് പറയുന്നത്. എന്നാൽ തൻ്റെ മനസ്സിൻ്റെ വെപ്രാളത്തെക്കുറിച്ചും ബന്ധുവായ മറിയം നസ്രത്തിൽ നിന്ന് തന്നെ കാണാൻ വരുന്നുണ്ടെന്ന് തനിക്ക് തോന്നുന്നതായും അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, സക്രിയയോട് പറഞ്ഞു. എന്നാൽ നവദമ്പതികൾ അക്കാലത്ത് ഇത്രയും വലിയൊരു യാത്ര നടത്തുമെന്ന് സക്രിയ കരുതിയില്ല. പക്ഷേ സക്രിയ ചിന്തിച്ചു, ഇല്ല, അവരൊരിക്കലും ഇത്ര ദൂരം വരാൻ സാധ്യതയില്ല എന്ന് സക്രിയ ചിന്തിച്ചു. കാരണമില്ലല്ലോ, ഇവർക്ക് കാരണം മനസ്സിലാവുന്നില്ല. സക്രിയയ്ക്കും ഔസേപ്പിതാവിനും ഇപ്പോഴും അറിയില്ല
പരിശുദ്ധമ്മ ഗർഭിണിയാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരു കാരണമില്ലാതെ ഇത്രയും ദൂരം ഇത്ര മണിക്കൂറുകൾ യാത്ര ചെയ്ത് എന്തിനു വരണം എന്നായിരിക്കും സക്രിയയും ചിന്തിക്കുന്നുണ്ടാവുക. പിറ്റേ ദിവസം അതേ തോന്നലിൽ എലിസബത്ത് വീണ്ടും റോട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ തിരുക്കുടുംബം അവരെ എതിരേറ്റു വരുന്നത് ആൻ കാതറിൻ കണ്ടു. എലിസബത്ത് പ്രായമായവളായിരുന്നു. അവൾ ഉയരമുള്ളവളും ചെറുതും സുന്ദരവുമായ മുഖമുള്ളവളുമായിരുന്നു. തലയിൽ എന്തോ ഒന്ന് ചുറ്റിയിരുന്നു. പരിശുദ്ധ കന്യക എലിസബത്തിനെ കണ്ടയുടനെ തിരിച്ചറിയുകയും ഓടിച്ചെന്ന് അവളെ സ്വീകരിക്കുകയും ചെയ്തു. ജോസഫ് മനഃപൂർവ്വം മാറി നിന്നു. മറിയം സക്രിയായുടെ വീടിന് അടുത്തുള്ള വീടുകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടുത്തെ താമസക്കാർ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകുകയും അവളുടെ പെരുമാനത്തിൽ ബഹുമാനം തോന്നി വിനയത്തോടെ മാറി നിൽക്കുകയും ചെയ്തു. ആ ബന്ധുക്കൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ കൈകൾ നീട്ടി സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്തു. മറിയത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് എലിസബത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ കണ്ടു. അതോടെ അവൾ അത്ഭുതകരമായി പരിഭ്രമിച്ചു. അവർ ആളുകളുടെ മുൻപിൽ അധിക നേരം നിന്നില്ല. പരസ്പരം കൈകോർത്ത് മുറ്റത്തിലൂടെ വീടിൻ്റെ വാതിലിലേക്ക് നടന്നു. അവിടെ വെച്ച് എലിസബത്ത് ഒരിക്കൽ കൂടി മറിയത്തെ സ്വാഗതം ചെയ്തു. ജോസഫ് വീടിൻ്റെ വശത്തുകൂടി സക്രിയ ഇരിക്കുന്ന തുറന്ന ഹാളിലേക്ക് പോയി. അദ്ദേഹം ആ വൃദ്ധനായ പുരോഹിതനെ ആദരവോടെ വന്ദിച്ചു. സക്രിയ തൻ്റെ സ്ലേറ്റിൽ എഴുതി മറുപടി നൽകി. അതായത് സക്രിയയ്ക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ സക്രിയ സംസാരിക്കുന്നത് ഈ സ്ലേറ്റിൽ എഴുതിയിട്ടാണ് സംസാരിക്കുന്നത്. മറിയവും എലിസബത്തും അടുപ്പുള്ള മുറിയിലേക്ക് പ്രവേശിച്ചു. അവിടെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും കവിളോട് കവിൾ ചേർത്ത് വെക്കുകയും ചെയ്തു. അവർക്കിടയിൽ പ്രകാശം ഒഴുകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എലിസബത്ത് ആന്തരികമായി ജ്വലിക്കപ്പെടുകയും കൈകൾ ഉയർത്തി പിന്നോട്ട് മാറി നിന്ന് വിളിച്ചു പറയുകയും ചെയ്തു, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ വദനസ്വരം എൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ തുള്ളിച്ചാടി. കർത്താവ് തന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ വാക്കുകൾക്ക് ശേഷം എലിസബത്ത് മറിയത്തിന് വിശ്രമിക്കാൻ ഒരുക്കിയ ചെറിയ മുറിയിലേക്ക് അവളെ കൊണ്ടുപോയി. മറിയം എലിസബത്തിൻ്റെ കൈ വിടുവിച്ച് നെഞ്ചിൽ കൈ ചേർത്ത് പിടിച്ച് ദൈവിക പ്രേരണയാൽ തൻ്റെ സ്തോത്രഗീതം ആലപിച്ചു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സ്തോത്രഗീതം. എലിസബത്തും ഇതേ വികാരത്തോടെ മറിയത്തോടൊപ്പം ആ ഗീതം മുഴുവൻ ചൊല്ലുന്നത് ഞാൻ കണ്ടു. പിന്നീട് അവർ ചെറിയ കസേരകളിൽ ഇരുന്നു. മേശപ്പുറത്ത് ഒരു ചെറിയ പാത്രമുണ്ടായിരുന്നു. ഞാൻ അത്രയധികം സന്തോഷവതിയായിരുന്നു. ഞാൻ അവരുടെ അടുത്തിരുന്ന് ആ സമയം മുഴുവനും പ്രാർത്ഥിച്ചു. അതായത് ആൻ കാതറിനാണ് പറയണത്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ആൻ കാതറിൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആൻ കാതറിൻ ടൈം ട്രാവൽ ചെയ്ത് പോയതുപോലെയാണ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നി. അവരുടെ അടുത്തിരുന്ന് ആൻ കാതറിൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ജോസഫും സക്രിയായും ഇപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്നു. അവർ തൻ്റെ സ്ലേറ്റ് ഉപയോഗിച്ച് മിശിഹായുടെ വരവിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സക്രിയ ഒരു പുരോഹിതനെ പോലെ വസ്ത്രം ധരിച്ച സുന്ദരനായ ഒരു വൃദ്ധനായിരുന്നു. അവരും ജോസഫിൻ്റെ വീടിൻ്റെ വശത്തായി തോട്ടത്തിലേക്ക് തുറക്കുന്ന ഭാഗത്ത് ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു വലിയ മരത്തിന് താഴെ വിരിച്ചിരുന്ന വിരിപ്പിൽ മറിയവും എലിസബത്തും ഇരിപ്പുണ്ടായിരുന്നു. ആ മരത്തിന് പിന്നിൽ ഒരു ഉറവയുണ്ടായിരുന്നു. അതിലെ കുഴൽ അമർത്തിയാൽ വെള്ളം പുറത്തേക്ക് വരുമായിരുന്നു. ചുറ്റും പുല്ലും പൂക്കളും ചെറിയ മഞ്ഞ പ്ലം പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്ന മരങ്ങളും ഞാൻ കണ്ടു. ജോസഫിൻ്റെ യാത്രാസഞ്ചിയിലുണ്ടായിരുന്ന ചെറിയ പഴങ്ങളും അപ്പവും മറിയവും എലിസബത്തും പങ്കിട്ട് കഴിച്ചു. എത്ര ലളിതവും മിതവുമായ ജീവിതം! ആ വീട്ടിൽ 2 വീട്ടുജോലിക്കാരികളും 2 പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവർ മരത്തിന് താഴെ മേശയൊരുക്കി ജോസഫും സക്രിയയും വന്ന് ഭക്ഷണം കഴിച്ചു. ജോസഫിന് ഉടൻ മടങ്ങണമെന്നുണ്ടായിരുന്നു. എന്നാൽ 8 ദിവസം കൂടി താമസിക്കാൻ അവർ അദ്ദേഹത്തെ നിർബന്ധിച്ചു. മറിയം ഗർഭിണിയാണെന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ആ വിഷയത്തിൽ സ്ത്രീകൾ മൗനം പാലിച്ചു. ഒന്നും സംസാരിച്ചില്ല അവർ പരസ്പരം. മറിയവും എലിസബത്തും ജോസഫും സക്രിയായും ഒത്തുചേർന്നപ്പോൾ അവർ ഒരുതരം പ്രാർത്ഥനാഗീതം ചൊല്ലി പ്രാർത്ഥിച്ചു. വൈകുന്നേരം അവർ വീണ്ടും തോട്ടത്തിൽ ഒരു വിളക്കിന് ചുറ്റും ഇരുന്നു. മരത്തിന് താഴെ ഒരു കൂടാരം പോലെ തുണി വിരിച്ചിരുന്നു. ചുറ്റും ചെറിയ ഇരിപ്പിടങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ജോസഫും സക്രിയായും പ്രാർത്ഥനാ മുറിയിലേക്കും മറിയവും എലിസബത്തും തങ്ങളുടെ ചെറിയ മുറിയിലേക്കും പോയി. അവർ ദൈവികമായ ആവേശത്താൽ ജ്വലിക്കപ്പെട്ടവരായി സ്തോത്രഗീതം ഒരുമിച്ച് ചൊല്ലി. പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ മറിയം തൻ്റെ സുതാര്യമായ വെള്ള മൂടുപടം താഴ്ത്തിയിടാറുണ്ടായിരുന്നു.
പിറ്റേ ദിവസം സക്രിയ ജോസഫിനെ വീടിന് അല്പം അകലെയുള്ള മറ്റൊരു തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. സക്രിയ എല്ലാ കാര്യങ്ങളിലും വളരെ ചിട്ടയുള്ളവനായിരുന്നു. ആ തോട്ടത്തിൽ മനോഹരമായ ചെടികളും പഴങ്ങൾ നിറഞ്ഞ മരങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ മരങ്ങൾ നിരനിരയായി നിൽക്കുന്ന ഒരു വഴിയും അതിൻ്റെ അറ്റത്ത് വശത്തുകൂടി പ്രവേശനമുള്ള ഒരു ചെറിയ വീടും ഉണ്ടായിരുന്നു. അവിടെ പായലും മറ്റ് ചെറിയ ചെടികളും കൊണ്ട് നിറച്ച ഒരു കട്ടിലും 2 ചെറിയ പ്രതിമകളും ഞാൻ കണ്ടു. അവ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായില്ലെങ്കിലും അവ സക്രിയായുടെയും എലിസബത്തിൻ്റെയും ചെറുപ്പകാലത്തെ പോലെ എനിക്ക് തോന്നി. മറിയവും എലിസബത്തും എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്നു. വീട്ടുജോലികളിലും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലും മറിയം സഹായിച്ചു. അവർ പാവപ്പെട്ടവർക്ക് വേണ്ടിയും വസ്ത്രങ്ങൾ നെയ്തു. മറിയത്തിൻ്റെ അസാന്നിധ്യത്തിൽ അവളുടെ അമ്മയായ അന്ന നസ്രത്തിലെ മറിയത്തിൻ്റെ വീട് നോക്കാനായി ദാസികളെ അയക്കാറുണ്ടായിരുന്നു. അടുത്ത ദിവസം രാത്രി ജോസഫും സക്രിയായും തോട്ടത്തിലെ ചെറിയ വീട്ടിൽ ഉറങ്ങുകയും ബാക്കി സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്തു. അതിരാവിലെ അവർ മറിയവും എലിസബത്തും താമസിക്കുന്ന വീട്ടിലേക്ക് മടങ്ങി വന്നു. മറിയവും എലിസബത്തും രാവിലെയും വൈകുന്നേരവും സ്തോത്രഗീതം ഒരുമിച്ച് ചൊല്ലുമായിരുന്നു. അത് ചൊല്ലുമ്പോൾ അവർ ചുമരിനോട് ചേർന്ന് അഭിമുഖമായി നിന്ന് കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് മുഖം കറുത്ത മൂടുപടം കൊണ്ട് മറച്ചിട്ടുണ്ടാകും. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചുള്ള ഗീതത്തിൻ്റെ 2ാം ഭാഗം ചൊല്ലുമ്പോൾ അബ്രഹാം മുതൽ മറിയം വരെയുള്ള ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ചരിത്രവും പരിശുദ്ധ കുർബാനയുടെ രഹസ്യവും ഞാൻ ദർശനത്തിൽ കണ്ടു. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതും മോശയ്ക്ക് ലഭിച്ച വാഗ്ദാന പേടകത്തിൻ്റെ രഹസ്യവും ഞാൻ കണ്ടു. ആ രഹസ്യങ്ങളെല്ലാം മറിയത്തിൽ പൂർത്തിയായതായി എനിക്ക് തോന്നി. ഏശയ്യാ പ്രവാചകനെയും കന്യകയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെയും ഞാൻ കണ്ടു. അബ്രഹാം മുതൽ മറിയം വരെ 14ലധികം തലമുറകളുണ്ടെന്ന് ഞാൻ കേട്ടു. മറിയത്തിൻ്റെ പൂർവികരുടെ രക്തം തലമുറകളിലൂടെ ഒഴുകി മനുഷ്യാവതാരത്തിലേക്ക് അടുക്കുന്നത് ഞാൻ കണ്ടു. വിവരിക്കാനാവാത്ത പ്രകാശകിരണങ്ങൾ അവരിൽ നിന്ന് പുറപ്പെട്ട് മറിയത്തിൽ വന്നു ചേരുന്നത് ഞാൻ കണ്ടു. അത് സൂര്യരശ്മികൾ പോലെ വ്യക്തമായിരുന്നു. ആ രശ്മികളിൽ മറിയത്തിൻ്റെ രക്തം ചുവപ്പും തിളക്കവുമുള്ളതായി കണ്ടു. ദൈവപുത്രൻ അവതരിക്കാനിരിക്കുന്ന കന്യകയുടെ രക്തം ഈ ചുവന്ന പ്രകാശം പോലെ നിർമ്മലമായിരിക്കണം എന്ന് ആരോ എന്നോട് പറഞ്ഞു. ഒരിക്കൽ മറിയവും എലിസബത്തും സക്രിയായുടെ തോട്ടത്തിലെ വീട്ടിലേക്ക് പോയി. രാത്രി അവിടെ താമസിക്കാൻ കരുതി അപ്പവും പഴങ്ങളും അവർ കൊണ്ടുപോയിരുന്നു. ജോസഫും സക്രിയായും പിന്നീട് അവിടെ എത്തി. സക്രിയ സ്ലേറ്റ് വന്നിരുന്നെങ്കിലും എഴുതാൻ പ്രകാശം കുറവായിരുന്നു. അന്ന് രാത്രി സക്രിയ സംസാരിക്കണമെന്ന് മറിയം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്ലേറ്റ് മാറ്റിവെച്ച് ജോസഫിനോട് നേരിട്ട് സംസാരിച്ചു. ഇത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ എൻ്റെ വഴികാട്ടി വിശുദ്ധ ഗോവാറിൻ്റെ ഒരു ദർശനം എനിക്ക് കാണിച്ചു തന്നു. കുഞ്ഞുങ്ങളെ പോലെയുള്ള നിഷ്കളങ്കമായ വിശ്വാസം എല്ലാ കാര്യങ്ങളെയും യാഥാർത്ഥ്യമാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതെനിക്ക് വലിയ ഉൾക്കാഴ്ച നൽകി. അന്ന് രാത്രി മറിയവും എലിസബത്തും ജോസഫും സക്രിയായും തോട്ടത്തിൽ ചെലവഴിച്ചു. അവർ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തു. സാബത്ത് ദിവസം ജോസഫ് മടങ്ങുമെന്നും സക്രിയ അദ്ദേഹത്തോടൊപ്പം ജെറുസലേം വരെ പോകുമെന്നും അവർ പറയുന്നത് ഞാൻ കേട്ടു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്ത് ചന്ദ്രൻ തിളങ്ങി നിന്നു. ആ വിശുദ്ധ ആത്മാക്കളുടെ സാന്നിധ്യത്തിൽ അവിടെ വിവരിക്കാനാവാത്ത ശാന്തതയും മനോഹാരിതയും ഉണ്ടായിരുന്നു. സാബത്ത് അവസാനിച്ചപ്പോൾ അവർ വീണ്ടും ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടു. വീടിനടുത്തുള്ള തോട്ടത്തിലെ മരങ്ങൾക്കടിയിൽ ഇരുന്നാണ് അവർ ഭക്ഷണം കഴിച്ചത്. എന്തിലോ മുക്കിയെടുത്ത പച്ചിലകളും ഔഷധ സസ്യങ്ങളും അവർ ഭക്ഷിച്ചു. മേശപ്പുറത്ത് ചെറിയ പഴങ്ങൾ നിറഞ്ഞ പാത്രങ്ങളും തവിട്ട് നിറമുള്ള സുതാര്യമായ സ്പാറ്റുലുകൾ ഉള്ള മറ്റ് വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ തേനായിരിക്കാം അവർ കൊമ്പുകൊണ്ട് നിർമ്മിച്ച ആ സ്പാറ്റലുകൾ ഉപയോഗിച്ച് കഴിച്ചിരുന്നത്. അവിടെ ചെറിയ അപ്പങ്ങളും ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം ജോസഫ് സക്രിയായോടൊപ്പം തൻ്റെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആ രാത്രി വളരെ ശാന്തമായിരുന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്ത് ചന്ദ്രൻ ശോഭിച്ചു നിന്നു. യാത്ര തിരിക്കും മുൻപ് എല്ലാവരും തനിച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് അപ്പവും ഒരു ചെറിയ ജഗിൽ പാനീയവും അടങ്ങിയ തൻ്റെ ചെറിയ കെട്ടുമായാണ് ജോസഫ് പുറപ്പെട്ടത്. 2 യാത്രക്കാരുടെ കയ്യിലും വടികളുണ്ടായിരുന്നു. ജോസഫിൻ്റെ വടിയുടെ അറ്റം വളഞ്ഞതായിരുന്നു. എന്നാൽ സക്രിയായുടേത് നീളമുള്ളതും മുകളിൽ ഒരു ഗോളാകൃതിയിലുള്ള പിടിയുമുള്ളതായിരുന്നു. 2 പേരും തലയിൽ പുതയ്ക്കാവുന്ന തരത്തിലുള്ള യാത്രാ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. യാത്ര തിരിക്കും മുൻപ് അവർ മറിയത്തെയും എലിസബത്തിനെയും ആലിംഗനം ചെയ്തു. ആ വേർപിരിയിൽ വളരെ ശാന്തവും സന്തോഷകരവുമായിരുന്നു. സ്ത്രീകൾ അവരോടൊപ്പം അല്പദൂരം നടന്നു. പിന്നീട് യാത്രക്കാർ തനിച്ച് മുന്നോട്ട് പോയി. ആ രാത്രി അവാച്യമായ മനോഹാരിതയുള്ളതായിരുന്നു.
മറിയവും എലിസബത്തും തിരികെ വീട്ടിലെത്തി മറിയത്തിൻ്റെ മുറിയിലേക്ക് പോയി. മറിയം പ്രാർത്ഥിക്കുമ്പോഴോ ഇറങ്ങുമ്പോഴോ പതിവുള്ളതുപോലെ ഭിത്തിയിലെ സ്റ്റാൻഡിൽ ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും അഭിമുഖമായി നിന്ന് സ്തോത്രഗീതം ആലപിച്ചു. അവർ ആ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. പകൽ സമയത്ത് മറിയം പലതരം ജോലികളിൽ, പ്രത്യേകിച്ച് വിരിപ്പുകൾ നെയ്യുന്നതിൽ വ്യാപൃതയായിരുന്നു. ജോസഫും സക്രിയായും അപ്പോഴും യാത്രയിലായിരുന്നു. അവർ ഒരു ഷെഡിന് താഴെ രാത്രി കഴിച്ചുകൂട്ടി. അവർ വളഞ്ഞ വഴികളിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. പലരെയും സന്ദർശിച്ചത് കൊണ്ടാകാം അവരുടെ യാത്ര 3 ദിവസം നീണ്ടുനിന്നു. പിന്നീട് ഞാൻ ജോസഫിനെ നസ്രത്തിൽ കണ്ടു. അന്നയുടെ ദാസി അദ്ദേഹത്തിന് വേണ്ടി വീട്ടുജോലികൾ ചെയ്തിരുന്നു. അതൊഴിച്ചാൽ ജോസഫ് പൂർണ്ണമായും തനിച്ചായിരുന്നു. സക്രിയ തിരികെ വീട്ടിലെത്തുന്നതും ഞാൻ കണ്ടു. മറിയവും എലിസബത്തും പതിവ് പോലെ സ്തോത്രഗീതം ചൊല്ലുകയും ജോലികൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പം ജോസഫ് നസ്രത്തിലാണുള്ളത്. മാതാവും സക്രിയയും എലിസബത്തും അവരുടെ എലിസബത്തിൻ്റെ വീട്ടിലാണുള്ളത്. വൈകുന്നേരങ്ങളിൽ അവർ തോട്ടത്തിൽ നടക്കുമായിരുന്നു. ആ പ്രദേശത്ത് അപൂർവമായ ഒരു കിണർ ആ തോട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് യാത്രക്കാർ എപ്പോഴും കുടിക്കാനായി ഒരു ചെറിയ ജഗിൽ കുറച്ച് നീര് കരുതാറുണ്ടായിരുന്നു. മിക്കവാറും വൈകുന്നേരങ്ങളിൽ തണുപ്പുള്ളപ്പോൾ അവർ വീടിന് പുറത്ത് പാടങ്ങളിലൂടെ നടക്കുമായിരുന്നു. അവർ സാധാരണയായി രാത്രി 9 മണിക്ക് ഉറങ്ങാൻ പോകുകയും സൂര്യോദയത്തിന് മുൻപ് എഴുന്നേൽക്കുകയും ചെയ്യുമായിരുന്നു. യോഹന്നാൻ്റെ ജനനം വരെ ഏകദേശം 3 മാസത്തോളം പരിശുദ്ധ കന്യക എലിസബത്തിനോടൊപ്പം താമസിച്ചു. എന്നാൽ കുഞ്ഞിൻ്റെ പരിച്ഛേദനത്തിന് മുൻപ് അവൾ നസ്രത്തിലേക്ക് മടങ്ങി. ജോസഫ് അവളെ സ്വീകരിക്കാനായി പാതി വഴി വരെ വന്നു. അപ്പം മാതാവ് ഇപ്പം എലിസബത്തിൻ്റെ വീട്ടിൽ നിന്ന് നസ്രത്തിലൂടെ മടങ്ങുകയാണ്. ജോസഫ് ഓൾമോസ്റ്റ് പകുതി വഴി വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ജോസഫിന് മനസ്സിലാവുന്നത്. അപ്പം 3 മാസം കഴിഞ്ഞു മാതാവ് ഗർഭിണിയായിട്ട്. അപ്പം മാതാവ് ഗർഭിണിയാണ് എന്ന വിവരം ജോസഫിന് മനസ്സിലാവുന്നത് ഈ മൊമെൻറ്റിലാണ്. അപ്പോഴാണ് അവൾ ഗർഭിണിയാണെന്ന കാര്യം അദ്ദേഹം ആദ്യമായി ശ്രദ്ധിച്ചത്. എന്നാൽ അദ്ദേഹം അത് പ്രകടിപ്പിച്ചില്ല. തൻ്റെ സംശയങ്ങളുമായി അദ്ദേഹം മല്ലിട്ടു. ഇത് ഭയപ്പെട്ടിരുന്ന മറിയം മൗനം പാലിക്കുകയും ചിന്താകുലിയാകുകയും ചെയ്തു. ഇത് ജോസഫിൻ്റെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു. നസ്രത്തിൽ എത്തിയപ്പോൾ മറിയം ഡീക്കൻ പാർമനാസിൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് കുറച്ച് ദിവസം താമസിച്ചു. ആ സമയം കൊണ്ട് ജോസഫിൻ്റെ ആശങ്ക അത്രയധികം വർദ്ധിച്ചിരുന്നു. മറിയം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വീട് വിട്ട് ഓടിപ്പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോഴാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത്. പരിശുദ്ധ കന്യക പല ദിവസങ്ങളിലും അന്നയോടൊപ്പം കഴിയുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് ജോസഫ് നസ്രത്തിൽ തനിച്ചായിരുന്നു. അന്നയുടെ ദാസികളിൽ ഒരാളായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി വീട്ടുജോലികൾ ചെയ്തിരുന്നത്. അന്ന ജീവിച്ചിരുന്ന കാലത്തോളം മറിയത്തിനും ജോസഫിനും വേണ്ട പ്രധാന സഹായങ്ങളെല്ലാം അവളുടെ വീട്ടിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. മറിയം അന്നയുടെ അടുത്തിരുന്ന് വസ്ത്രങ്ങൾ വിരിപ്പുകളും തുന്നുന്നതും എംബ്രോയ്ഡറി ചെയ്യുന്നതും ഞാൻ കണ്ടു. ആ വീട്ടിൽ എല്ലാവരും വളരെ തിരക്കിലായിരുന്നു. ജോവാക്യം മരിച്ചിട്ട് കുറേ കാലമായിരിക്കണം. കാരണം അന്നയുടെ 2ാം ഭർത്താവിനെയും 6 or 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും ഞാൻ അവിടെ കണ്ടു. അവൾ മറിയത്തെ സഹായിക്കുകയും മറിയത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ അന്നയുടെ മകളല്ലെങ്കിലും മറിയം ക്ലിയോഫാസിൻ്റെ മക്കളിൽ ഒരാളായിരിക്കണം. അവളുടെ പേരും മറിയം എന്നായിരുന്നു. മറ്റ് സ്ത്രീകളോടൊപ്പം ഒരു മുറിയിലിരുന്ന് വലുതും ചെറുതുമായ വിരിപ്പുകൾ തയ്യാറാക്കുന്ന മറിയത്തെ ഞാൻ കണ്ടു. ചിലതിൽ സ്വർണ്ണ നൂലുകളും വെള്ള നൂലുകളും കൊണ്ട് തുന്നലുകൾ ചെയ്തിരുന്നു. സ്ത്രീകൾക്കിടയിലുള്ള ഒരു പെട്ടിയിൽ ഒരു വലിയ വിരിപ്പുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് 2 ചെറിയ തടിസൂചികളും നിറമുള്ള കമ്പിളി നൂലുകളും ഉപയോഗിച്ച് അത് നെയ്യുകയായിരുന്നു. അന്ന വളരെ തിരക്കിലായിരുന്നു. അവൾ ഓരോരുത്തരുടെ അടുത്തും ചെന്ന് കമ്പിളി നൂലുകൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മറിയത്തിൻ്റെ പ്രസവം അന്നയുടെ വീട്ടിൽ വെച്ച് നടക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഈ വിരിപ്പുകളും മറ്റ് സാധനങ്ങളും ഒരു ഭാഗം ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയും മറുഭാഗം പാവപ്പെട്ടവർക്ക് ദാനമായി നൽകാനും വേണ്ടിയാണ് തയ്യാറാക്കിയിരുന്നത്. നോക്കൂ, കുടുംബത്തിലൊരു കുട്ടി ജനിക്കാൻ പോവുകയാണ്. അപ്പം അതിന് ആ കൊച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ നേരത്തെ തുന്നി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോഴും അവർ ചിന്തിച്ചിരുന്നത് പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഭാഗം കൂടിയാണ് അവർ ഇതിനോടൊപ്പം തുന്നി പിടിപ്പിക്കുന്നത്. അപ്പോൾ മറിയത്തിൻ്റെ പ്രസവം അന്നയുടെ വീട്ടിൽ വെച്ച് നടക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഈ വിരിപ്പുകളും മറ്റ് സാധനങ്ങളും ഒരു ഭാഗം ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയും മറുഭാഗം പാവപ്പെട്ടവർക്ക് ദാനമായി നൽകാനും വേണ്ടിയാണ് തയ്യാറാക്കിയിരുന്നത്. എല്ലാം ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ളവയും സമൃദ്ധമായി ഒരുക്കിയവയുമായിരുന്നു.
മറിയത്തിന് ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ജോസഫ് ജെറുസലേമിൽ നിന്ന് മടങ്ങിയെത്തിയത് ഞാൻ കണ്ടു. അദ്ദേഹം ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളുമായി അവിടെ പോയതായിരുന്നു. ബത്ലഹേം കവാടത്തിന് മുന്നിലുള്ള ഒരു സത്രത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പിന്നീട് മറിയത്തിൻ്റെ ശുദ്ധീകരണത്തിന് മുൻപായി മറിയവും ജോസഫും ഇതേ സത്രത്തിലാണ് താമസിച്ചത്. ആ സത്രം സൂക്ഷിച്ചിരുന്നത് ഒരു എസീനിയൻ വംശജനായിരുന്നു. അവിടെ നിന്ന് ജോസഫ് ബത്ലഹേമിലേക്ക് പോയെങ്കിലും തൻ്റെ ബന്ധുക്കളെ സന്ദർശിച്ചില്ല. വീട് നിർമ്മിക്കാനുള്ള ഒരിടവും അതിനുവേണ്ട തടികളും പണിയായുധങ്ങളും അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. വസന്തകാലത്ത് മറിയത്തിൻ്റെ പ്രസവശേഷം ബത്ലഹേമിലേക്ക് താമസം മാറാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. നസ്രത്തിനേക്കാൾ ബത്ലഹേമിനെയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. ജെറുസലേമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ നസ്രത്തിൽ നിന്ന് 6 മണിക്കൂർ ദൂരെയുള്ള ചിംഗി എന്ന സ്ഥലത്ത് വെച്ച് പാതിരാത്രിയിൽ ഒരു മാലാഖ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. മറിയത്തെയും കുട്ടിയും കൂട്ടി ഉടനെ ബത്ലഹേമിലേക്ക് പോകണമെന്നും അവിടെ വെച്ചാണ് ശിശു ജനിക്കേണ്ടതെന്നും മാലാഖ പറഞ്ഞു. ആവശ്യമായ കുറച്ച് സാധനങ്ങൾ മാത്രം കരുതിയാൽ മതിയെന്നും ആഡംബര വസ്ത്രങ്ങളോ എംബ്രോയ്ഡറി ചെയ്ത വിരിപ്പുകളോ വേണ്ടെന്നും മാലാഖ നിർദ്ദേശിച്ചു. മറിയത്തിന് സഞ്ചരിക്കാനുള്ള കഴുതയെ കൂടാതെ പ്രസവിക്കാത്ത ഒരു ചെറിയ പെൺകഴുതയെ കൂടെ കൂട്ടാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ആ ചെറിയ ജീവിയെ സ്വതന്ത്രമായി വിടാനും അത് പോകുന്ന വഴി പിന്തുടരാനും മാലാഖ പറഞ്ഞു. നോക്കൂ, രക്ഷകന് അപ്പനും അമ്മയ്ക്കും വഴിയൊരുക്കി കൊടുക്കുന്നത് ഒരു കഴുതയാണ്. വഴി പറഞ്ഞു കൊടുക്കുന്നത് ഒരു കഴുതയാണ്. നസ്രത്തിലെ വീട്ടിൽ ജോസഫും മറിയവും അന്നയും ഒത്തുകൂടി. ജോസഫ് മാലാഖയുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചപ്പോൾ അവർ യാത്രയ്ക്കായി ഒരുക്കങ്ങൾ തുടങ്ങി. അന്നയ്ക്ക് ഈ യാത്രയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. താൻ ബത്ലഹേമിലാകും പ്രസവിക്കുക എന്ന ആന്തരികമായ അറിവ് മറിയത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും തൻ്റെ വിനയത്താൽ അവൾ അത് രഹസ്യമാക്കി വെച്ചു. പ്രവചനങ്ങളിലൂടെയും അവൾക്ക് ഇത് അറിയാമായിരുന്നു. മിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ അവൾ പലപ്പോഴും വായിക്കുകയും അവയുടെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. താൻ ദൈവപുത്രൻ്റെ അമ്മയാകുമെന്നും ഒരു സ്ത്രീയിലൂടെ പാപം ലോകത്തേക്ക് വന്നതുപോലെ മറ്റൊരു സ്ത്രീയിലൂടെ രക്ഷകൻ പിറക്കുമെന്നും അവൾ അറിഞ്ഞിരുന്നു. പാതിരാത്രിയിൽ പരിശുദ്ധാത്മാവിനാൽ ശിശു ഉദരത്തിൽ വന്നതുപോലെ പാതിരാത്രിയിൽ തന്നെ ശിശു ജനിക്കുമെന്നും എനിക്ക് മനസ്സിലായി. നിശബ്ദമായി അവർ യാത്ര തിരിച്ചു. മറിയത്തിന് ഇരിക്കാൻ പാകത്തിൽ ഒരു കഴുതപ്പുറത്ത് ഇരിപ്പിടമൊരുക്കിയിരുന്നു. ചിംഗിയിൽ വെച്ച് അവർ നേരത്തെ പറഞ്ഞ ചെറിയ പെൺകഴുതയെ കൂടെ കൂട്ടി. അവൾ തിരുക്കുടുംബത്തിന് പിന്നാലെ ഓടി. അന്നയും മറ്റ് ദാസികളും കണ്ണീരോടെ അവരോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. യാത്രക്കിടയിൽ വളരെ തണുപ്പുള്ള ഒരു താഴ്വാരത്തിൽ അവർ എത്തിപ്പെട്ടു. മഞ്ഞും ഹിമവും മൂടിയ വഴിയായിരുന്നു അത്. മറിയം തണുപ്പ് കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടു. ഒരു പൈൻ മരത്തിനടുത്ത് എത്തിയപ്പോൾ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, നമുക്ക് വിശ്രമിക്കണം എന്ന് അവൾ പറഞ്ഞു. ജോസഫ് അവൾക്കായി ഒരു ഇരിപ്പിടമൊരുക്കി. തണുപ്പിൽ നിന്ന് രക്ഷിക്കാനായി മറിയം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവളുടെ ശരീരത്തിലേക്ക് വലിയൊരു ചൂട് പകരപ്പെടുകയും അവൾ തൻ്റെ കൈകൾ ജോസഫിന് നേരെ നീട്ടി അദ്ദേഹത്തെയും ചൂട് പിടിപ്പിക്കുകയും ചെയ്തു. വഴികാട്ടിയായ ചെറിയ കഴുത വഴി തിരിയുന്നിടത്തെല്ലാം കൃത്യമായി മുന്നിൽ നടന്ന് അവരെ നയിച്ചു. ബത്ലഹേമിൽ നല്ലൊരു സത്രം കണ്ടെത്താം എന്ന് പറഞ്ഞ് ജോസഫ് മറിയത്തെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. പിന്നീട് അവർ ഒരു വലിയ ഫാം ഹൗസിൽ എത്തിയെങ്കിലും അവിടെ ഉടമ അവർക്ക് ഇടം നൽകാൻ വിസമ്മതിച്ചു. അവർ മുന്നോട്ട് പോയി ഒരു ആട്ടിടയൻ്റെ കുടിലിൽ വിശ്രമിച്ചു. അവിടുത്തെ ഇടയന്മാർ വളരെ ദയാലുക്കളായിരുന്നു. ആ വീട്ടുടമസ്ഥൻ്റെ ഭാര്യ വിവരമറിഞ്ഞപ്പോൾ അവരെ തിരിച്ചയച്ചതിൽ സങ്കടപ്പെടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തു. അവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ മറ്റൊരു സത്രത്തിലെത്തി. അവിടെ തിരക്കുണ്ടായിരുന്നുവെങ്കിലും മറിയത്തിൻ്റെ വിനീതമായ അപേക്ഷ കേട്ട് സത്രം സൂക്ഷിക്കുന്നവനും ഭാര്യയും അവർക്ക് ഇടം നൽകി. അവർക്ക് താമസിക്കാൻ തൊട്ടടുത്തുള്ള ഒരു ഷെഡ് അദ്ദേഹം ഒരുക്കിക്കൊടുത്തു. ആ സത്രം മനോഹരമായ തോട്ടങ്ങളാലും ബൾസം മരങ്ങളാലും ചുറ്റപ്പെട്ടതായിരുന്നു. സാബത്ത് ദിവസമായതുകൊണ്ട് അവർ ആ പകലും രാത്രിയും അവിടെ തന്നെ കഴിഞ്ഞു. സാബത്ത് ദിവസം സത്രമുടമയും 3 മക്കളും മറ്റൊരു വീട്ടിലെ സ്ത്രീയും 2 മക്കളും ചേർന്ന് മറിയത്തെ സന്ദർശിച്ചു. മറിയം കുട്ടികളോട് സംസാരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. മറിയത്തോട് സംസാരിക്കാൻ എനിക്കും ധൈര്യം തോന്നി. ആൻ കാതറിനും ധൈര്യം തോന്നി. തൻ്റെ അന്നത്തെ അവസ്ഥയിൽ താൻ എത്രത്തോളം സുഖമായിരിക്കുന്നു എന്ന് മറിയം എന്നോട് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. ആൻ കാതറിൻ 2000 വർഷങ്ങൾക്ക് പിറകിലോട്ട് പോയി മാതാവായിട്ട് സംസാരിച്ചു, മാതാവ് തിരിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. തനിക്ക് ഒട്ടും ഭാരം അനുഭവപ്പെടുന്നില്ലെന്നും താൻ ദൈവത്തെയും മനുഷ്യനെയും ഉള്ളിലൊതുക്കുന്നുവെന്നും താൻ ആരെയാണോ വഹിക്കുന്നത് അവിടുന്ന് തന്നെ താങ്ങുന്നുവെന്നും അവൾക്ക് അനുഭവപ്പെട്ടു. പിറ്റേന്ന് അതിരാവിലെ അവർ യാത്ര തുടർന്നു. ഗെരീസിം മലയിലെ ദേവാലയം അവർക്ക് കാണാമായിരുന്നു.
വഴിയിലൊരു വലിയ ഫാം ഹൗസിൽ അവർക്ക് സ്വീകരണം ലഭിച്ചു. അവിടെ കാലാവസ്ഥ വളരെ മനോഹരമായിരുന്നു. പിൽക്കാലത്ത് യേശു പലപ്പോഴും അവിടെ ചെന്ന് പഠിപ്പിക്കാറുണ്ടായിരുന്നു. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ജോസഫ് അവിടുത്തെ കുട്ടികളെ അനുഗ്രഹിച്ചു. മറിയം ചിലപ്പോഴൊക്കെ കാൽനടയായാണ് സഞ്ചരിച്ചിരുന്നത്. അവർ ഇടയ്ക്കിടെ വിശ്രമിക്കുകയും തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അപ്പവും പാനീയങ്ങളും കഴിച്ച് ക്ഷീണമകറ്റുകയും ചെയ്തു. ജോസഫ് ഓരോ സത്രത്തിലെത്തുമ്പോഴും ആദ്യം ചെയ്തിരുന്നത് മറിയത്തിന് ഇരിക്കാൻ സുഖപ്രദമായ ഒരു ഇടം ഒരുക്കുക എന്നതായിരുന്നു. തുടർന്ന് അവർ പാദങ്ങൾ കഴുകുമായിരുന്നു. ഒരിക്കൽ ഇരുട്ട് നിറഞ്ഞ ഒരു വൈകുന്നേരം അവർ ഒരു സത്രത്തിൽ എത്തിയെങ്കിലും അവിടുത്തെ ഉടമ അവർക്ക് വാതിൽ തുറന്നു കൊടുത്തില്ല. തൻ്റെ ഭാര്യയ്ക്ക് ഇനി നടക്കാൻ വയ്യെന്ന് ജോസഫ് പറഞ്ഞിട്ടും അയാൾക്ക് ദയ തോന്നിയില്ല. ഒടുവിൽ അവർ അടുത്തുള്ളൊരു ഷെഡിൽ അഭയം പ്രാപിച്ചു. അവിടെ ജോസഫ് ഒരു വിളക്ക് തെളിയിച്ച് മറിയത്തിന് കിടക്കാനൊരിടം ഒരുക്കി. പിറ്റേന്ന് അതിരാവിലെ അവർ അവിടെ നിന്ന് തിരിച്ചു. പിന്നീട് അവർ മറ്റൊരു വീട്ടിലെത്തി. അവിടെയുള്ള പുരുഷൻ ആദ്യം ജോസഫിനോട് പരുഷമായാണ് പെരുമാറിയത്. അയാൾ മറിയത്തിൻ്റെ മുഖത്തേക്ക് വെളിച്ചം വീശി നോക്കുകയും ജോസഫിനെ പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ അയാളുടെ ഭാര്യ അവർക്ക് അഭയവും ഭക്ഷണവും നൽകി. അവിടെ നിന്ന് അവർ ഒരു വലിയ ആട്ടിടയൻ്റെ വീട്ടിലെത്തി. ആ സത്രമുടമ അവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ജോസഫിൻ്റെ പാദങ്ങൾ കഴുകാനും അയാൾ സൗകര്യമൊരുക്കി. എന്നാൽ അവിടുത്തെ വീട്ടമ്മ പുറത്തേക്ക് വന്നില്ല. പിൽക്കാലത്ത് യേശു അവളെ ഒരു 30 വർഷത്തെ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തുന്നുണ്ട്. മറിയത്തിൻ്റെ സൗന്ദര്യത്തിൽ തോന്നിയ അസൂയ കാരണമാണ് അന്ന് അവൾ പുറത്തേക്ക് വരാതിരുന്നത് എന്ന് പറയപ്പെടുന്നു. യാത്രയുടെ അവസാന ദിവസങ്ങളിൽ ബത്ലഹേമിനടുത്തെത്തിയപ്പോൾ വിശ്രമത്തിനും ഭക്ഷണത്തിനുമായി മറിയം ആഗ്രഹിച്ചു. ജോസഫ് അവളെ ഒരു അത്തിമരത്തിനടുത്തേക്ക് കൊണ്ടുപോയി. മുൻപ് അദ്ദേഹം അവിടെ പോയപ്പോൾ അത് പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ പഴങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് യേശു ആ മരത്തെ ശപിക്കുകയും അത് ഉണങ്ങിപ്പോവുകയും ചെയ്തു. എന്തൊരു കണക്ഷനാണ്! ഈ മരത്തെയാണ് പിന്നീട് ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് 30 വർഷങ്ങൾക്ക് ശേഷം ഈ അത്തിമരത്തെ ശപിക്കുന്നത്. അത് ഇങ്ങനെയാണ് അതിനെപ്പറ്റി പറയണത്. അന്ന് അത്തിമരം പൂക്കേണ്ട സീസൺ ആയിരുന്നില്ല. എന്നിട്ടും ദൈവം വന്നിട്ട് ഈ അത്തിമരത്തിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലോജിക്കലി ചിന്തിക്കാം, കോമൺ സെൻസ് മാത്രം മതി, ഈ സീസൺ അല്ലാത്ത സമയത്ത് എങ്ങനെയാണ് അവിടെ ഫ്രൂട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഒരു വചന പ്രഘോഷകം പറയണത് കേട്ടത് ഇപ്രകാരമാണ്. അതായത് നമ്മൾ സീസണൽ ക്രിസ്ത്യാനി ആയിരിക്കരുത്. ക്രിസ്മസിനും ഈസ്റ്ററിനും നോമ്പ് കാലത്ത് മാത്രം നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനികളാകരുത്. അപ്പം മാത്രം മദ്യപാനം നിർത്തിയാൽ പോരാ, അപ്പം മാത്രം പാവം നിർത്തിയാൽ പോരാ. നമ്മൾ ലൈഫ് ലോങ് ഫലം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈശോ ഇവിടെ പറയണത് ഇപ്രകാരമാണ്. അത്തിമരം സീസൺ അല്ലാത്ത കാലത്തായിട്ടും ഈശോ വന്ന് ഫലം ചോദിച്ചു. നമ്മളും ഒരു പക്ഷേ ഒരുങ്ങാത്ത സമയത്തായിരിക്കാം തമ്പുരാൻ വന്ന് ഫലം ചോദിക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഉണങ്ങിപ്പോവും. വചനം പറയുന്നു, ഉണക്കക്കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാവണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, ജോസഫ് അവളെ ഒരു അത്തിമരത്തിനടുത്തേക്ക് കൊണ്ടുപോയി. മുൻപ് അദ്ദേഹം അവിടെ പോയപ്പോൾ അത് പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ അവിടെ പഴങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് യേശു ആ മരത്തെ ശപിക്കുകയും അത് ഉണങ്ങിപ്പോകുകയും ചെയ്തു. ബത്ലഹേമിൽ താമസ സൗകര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അവിടെ തനിക്ക് സുഹൃത്തുക്കളുണ്ടെന്നും തങ്ങൾക്ക് തീർച്ചയായും ഇടം ലഭിക്കുമെന്നും ജോസഫ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ജോസഫിൻ്റെ ആ വലിയ വിശ്വാസം കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം എനിക്കത്തരം ചിന്തിക്കുന്നത്, ജോസഫിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അവിടെ ബത്ലഹേമിലെത്തി ഉറപ്പായിട്ടും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എനിക്ക് സത്രം ലഭിക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവർ താമസിച്ചിരിക്കുക ഈ സത്രങ്ങളും ഷെഡൊക്കെ എന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് അവർ തങ്ങിയിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആൻകാതരൻ പറയുന്നത് ജോസഫിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അവിടെ പോയാൽ ഉറപ്പായിട്ട് സത്രം കിട്ടുമെന്ന്. പക്ഷേ ആൻകാതറിന് സങ്കടം തോന്നി. കാരണം ജോസഫ് അറിയുന്നില്ലല്ലോ തനിക്ക് അവിടെ സത്രം കിട്ടത്തില്ല എന്ന്. അത് ഓർത്തിട്ട് ആൻകാതറിന് സങ്കടം തോന്നിയെന്നാണ് ആൻകാതരൻ പറയുന്നത്.